ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ രമ്യ സുജേഷ്, ലൈഫ് ഹീലിംഗ് കോച്ച്, NLP ട്രെയിനർ, യോഗ അലയൻസ് സർട്ടിഫൈഡ് ടീച്ചർ, മെന്റർ. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അവിടെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. അതിലെല്ലാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളിലേക്ക് മാറ്റങ്ങൾ സംഭവിക്കാനായി നിങ്ങൾ തന്നെ ഇറങ്ങി പുറപ്പെടണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ നിമിഷം മുതൽ സംഭവിക്കട്ടെ. നമ്മൾ എല്ലാവരും രാത്രി ഉറങ്ങുന്നതിന് മുൻപായി പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നുണ്ടായിരിക്കും. എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ഫോളോ ചെയ്യുന്നവരുമാണ്. അപ്പോ നമുക്ക് എല്ലാ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ചെയ്തിട്ടും ചില ആളുകൾക്കെങ്കിലും ആ കാര്യങ്ങളൊക്കെ നടക്കാതെ പോകുമ്പോൾ നമ്മുടെ മാനസികമായി ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് വരാവുന്നതാണ്. ഇത് ഞാൻ ഇത്രയും അധികം പ്രാക്ടീസുകൾ ചെയ്തിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ മാനിഫെസ്റ്റേഷൻ മാത്രം നടക്കാത്തത് എന്നുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് ഇടയ്ക്കിടയ്ക്കായി കയറി വരാറുണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ ഉടനെയും രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തുമാണ്. ഈ സമയങ്ങളിൽ നമ്മൾ എന്ത് തന്നെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും ആ ഒരു മാനിഫെസ്റ്റേഷൻ വളരെ വേഗത്തിൽ നടക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മളുടെ മനസ്സ് അത്രയും അധികം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് അട്രാക്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് തരത്തിലുള്ള പ്രയർ ചൊല്ലുന്നതും രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ ഉടനെയും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പും ആയിരിക്കണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാമാണ് ഉള്ളിലേക്ക് കൊടുക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ മനസ്സ് സ്വീകരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ്, അതിനോടൊപ്പം തന്നെ മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള എല്ലാ പ്രോസസ്സുകളും നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് തന്നെ അതിന്റെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചൊല്ലേണ്ട ഒരു മാനിഫെസ്റ്റേഷൻ പ്രയറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ള പ്രയറുകൾ ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു മാനിഫെസ്റ്റേഷൻ പ്രയർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യം നേടിയെടുക്കേണ്ടത്, എത്ര കാലയളവിന് ഉള്ളില് നിങ്ങൾക്ക് ആ കാര്യം നേടിയെടുക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ വളരെ ഈസിയായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ചൊല്ലേണ്ട ഒരു മാനിഫെസ്റ്റേഷൻ പ്രയർ പറഞ്ഞു തരാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ സ്വസ്ഥമായി, നിങ്ങൾ ശാന്തമായി, നിങ്ങളുടെ മനസ്സും ശരീരവും ശാന്തമായിരിക്കാൻ ശ്രമിക്കുക. ആ സമയങ്ങളിലാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അനാവശ്യമായ ചിന്തകളും ടെൻഷനും സ്ട്രെസ്സും ഉള്ള സമയങ്ങളിൽ നിങ്ങൾ ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകൾ ചെയ്യരുത്. കൈകൾ കൂപ്പി, കണ്ണുകൾ അടച്ച്, നട്ടെല്ല് നിവർന്നിരിക്കട്ടെ, സ്വസ്ഥമായി ശാന്തമായി ഇരിക്കാൻ ശ്രമിക്കുക. നട്ടെല്ല് നിവർന്നിരിക്കട്ടെ, തല നേരെ വെച്ചുകൊണ്ട് 3 പ്രാവശ്യം നോർമൽ ഇൻഹലേഷൻ, നോർമൽ എക്സലേഷൻ ചെയ്യാവുന്നതാണ്. ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ഒരു തണുത്ത കാറ്റ് നിങ്ങളുടെ മൂക്കിലൂടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും, എക്സേൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും, പേടി, കോൺഫിഡൻസ് ഇല്ലായ്മ, എല്ലാ നെഗറ്റീവ് ഇമോഷൻസും പുറത്തേക്ക് പോകുന്നതായും വിചാരിക്കാം. നോർമൽ ഇൻഹലേഷൻ, നോർമൽ എക്സലേഷൻ. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, exhale, inhale, exhale. ഈ നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രയർ ചൊല്ലാവുന്നതാണ്. ഡിയർ യൂണിവേഴ്സ്, നീ എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന എല്ലാ സ്നേഹത്തിനും സമൃദ്ധിക്കും അത്ഭുതങ്ങൾക്കും ഞാൻ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്റെ എല്ലാ പ്രതിരോധങ്ങളും ഞാൻ ഉപേക്ഷിച്ച് നിന്റെ അടയാളങ്ങളും അനുഗ്രഹങ്ങളും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ എന്നെ അനുവദിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് ആളുകൾ നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ്.